ഹലോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെ ഈ സക്കായിയോസ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സക്കേവൂസ് എന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെപ്പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? നമ്മൾ ഈ പള്ളികളിലൊക്കെ ചില ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്, വേർതിരിച്ച് കാണാറുണ്ട്. അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ചില പ്രവൃത്തികളെ മുൻനിർത്തി നമ്മളവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവനിപ്പോൾ വലിയ പ്രാർത്ഥനക്കാരൻ, അവൻ പണ്ട് എന്തായിരുന്നു എന്നറിയാം, അവൻ്റെ അച്ഛൻ ആരായിരുന്നു എന്നറിയാം, അവൻ്റെ 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 എൻ്റെ അമ്മോ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അത്രയ്ക്കും നമ്മൾ വേർതിരിക്കപ്പെട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോഴ് അവർ ഒത്തിരി മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അവർ വളരെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം വിശുദ്ധന്മാരെ രക്ഷിക്കാനായിട്ടല്ല ഈശോ ഭൂമിയിൽ വന്നത്. ഈശോ വന്നത് പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതുവരെയും നമ്മൾ ആരെയെങ്കിലും അവൻ്റെ മുൻകാല പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ അവൻ്റെ പാരമ്പര്യം നോക്കി നമ്മൾ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നമ്മളാരും ഈശോയുടെ വഴിയിലല്ല. ഈശോ പാപികളെ സ്നേഹിക്കുന്നവനാണ്, പാപികൾക്ക് മാനസാന്തരം നൽകുന്നവനാണ്. ഞാൻ ഒരു ചെറിയൊരു ബൈബിളിലൊരു കഥ പറയാം. ഒരിക്കൽ ഈശോയും തൻ്റെ ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഈശോയെ കാണാനായിട്ട് ആൾക്കാരിങ്ങനെ വഴിനീളെ തടിച്ചുകൂടി നിൽക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ, ഒരു കുള്ളനായ മനുഷ്യൻ, നാട്ടിലാർക്കും ഇഷ്ടമില്ലാത്ത, നാട്ടുകാർ വെറുക്കപ്പെടുന്ന, നികുതി പിരിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരുത്തൻ, പേര് സക്കായിയോസ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. സക്കേവൂസ് എന്നൊക്കെ നമ്മൾ പറയും. അത് നിങ്ങൾ എങ്ങനെ വേണോ സംസാരിച്ചോ, ആ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉച്ചരിച്ചോ. അങ്ങനെ സക്കേവൂസിനൊരു ആഗ്രഹം, അയ്യോ ഈ കർത്താവിനെ എനിക്കൊന്ന് കാണണം, ഈശോ വരികയാണ്, കാണാൻ കിട്ടുന്ന അവസരമാണ്, ഇനി പാഴാക്കി കളഞ്ഞ ഈശോ അടുത്ത പട്ടണത്തിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കടന്നു പോകും. അങ്ങനെ സക്കേവൂസ് ഓടി ഒരു മരത്തിൽ കയറിയിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ഈ ജനങ്ങളുടെ തിക്കും തിരക്കിലും പെടാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ അദ്ദേഹം ഒരു മരത്തിൻ്റെ മേളിൽ കയറിയിരുന്നു. പക്ഷേ ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈശോയെ കാണാൻ ഒരുവൻ അതിയായി ആഗ്രഹിച്ച് ഒരു മരത്തിൻ്റെ മേളിലിരിക്കുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെ അദ്ദേഹം ഇരുന്ന അത്തിമരത്തിൻ്റെ ചോട്ടിലെത്തിയപ്പം കർത്താവ് മേളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയെ നീ ഇറങ്ങി വാ, നീ ഇതിൻ്റെ മേളിലിരിക്കുന്നത് ഞാൻ കണ്ടടാ എന്ന് പറഞ്ഞു. അന്ന് സക്കായിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. സക്കായി മാനസാന്തരപ്പെട്ടു. സക്കായി ചെയ്തത് എന്താണെന്നറിയോ? അയാൾ ചെയ്ത എല്ലാ തെറ്റിനും ക്ഷമാപണം നടത്തി. അധികമായി പിരിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ പിടിച്ച് വാങ്ങി വെച്ചതെല്ലാം അദ്ദേഹം തിരിച്ചു കൊടുത്തു. അതെ, സക്കായിക്കുണ്ടായ അതേ മാനസാന്തരം നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഈശോ ഉണ്ടാകുമാറാകട്ടെ. മാതാവിൻ്റെ എന്താ പറയുക, തേനിലും പിന്നെ തേൻകട്ടയിലും രുചികരമായ സ്നേഹം നമ്മളിലേക്ക് പകർന്നിറങ്ങട്ടെ. നമ്മളും ഈശോയുടെ പ്രതിരൂപമാകട്ടെ, മാതാവിൻ്റെ പ്രതിരൂപമാകട്ടെ, പുണ്യവാളന്മാരുടെ പ്രതിരൂപങ്ങളായി സമൂഹത്തിൽ ജീവിക്കട്ടെ. നമ്മളിലൂടെ പലരും ദൈവത്തെ കാണാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശോ ജീവിതത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു വിഷയവുമായി കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.